ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വെറൈറ്റി ഒരു ചിക്കൻ ഗ്രേവി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടോയ്സ് തന്നിട്ട് അടിപൊളി ചിക്കൻ ഗ്രേവി ആട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി തീർക്കാം. അപ്പോൾ ആദ്യം തന്നെ 1 kg ചിക്കൻ നല്ലോണം കഴുകി ഞാനൊരു ഗ്ലാസിൻ്റെ ഡവറയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ എന്തൊക്കെ ഇടേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കട്ടോ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിതാ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ. അത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ. അതും 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഇടുന്നത് കോൺഫ്ലവറാണ് കേട്ടോ. കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും അതിലേക്ക് ഇട്ടെടുത്തിട്ട് നല്ലോണം നമുക്ക് ചിക്കനൊക്കെ ഈ മസാലയിലൊക്കെ മിക്സ് ആകുന്നവരെ നമുക്ക് നല്ലോണം നല്ലോണം കുഴച്ചെടുക്കാം, ഞാൻ ഈ ചെയ്യുന്ന മാതിരി. അപ്പോൾ നിങ്ങൾ ഈ ടോട്ടോയ്സിൻ്റെ ഈ ഗ്രേവി ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. കാരണം നമ്മളിതിൽ സാധാരണ മുളക് പൊടി ഇടുന്നില്ല, കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ എരിവും ഉണ്ടാവില്ല, എന്നാൽ കളറും ഉണ്ടാവും എന്ന രീതിയിലാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നെയ്ച്ചോറിൻ്റെ കൂടെയോ പിന്നെ ചപ്പാത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മിക്സ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞാനിത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഫസ്റ്റ് ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ചും മറിച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലായിട്ട് നമുക്ക് വേണ്ടി പൊരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് കോരിയെടുത്തിട്ട് ഇതേമാതിരി നമുക്ക് ബാക്കിയുള്ളതൊക്കെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ട്രിപ്പ് കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലായിട്ട് അധികം ഫ്ലെയിം കുറച്ചിട്ടാണ്, എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഇതിട്ടിട്ട് പിന്നെ ഫ്ലെയിം കുറച്ചിട്ടാണ് നമുക്കിത് പൊരിച്ച. ഫ്ലെയിം കൂട്ടിയിട്ടുണ്ടെങ്കിൽ പുറമെ വേഗം ഉള്ളു വേവില്ല. ഇപ്പോൾ ഫുള്ള് ഞാൻ ആ ചിക്കൻ ഫുള്ള് പൊരിച്ചെടുത്തു. അപ്പോൾ ആ എണ്ണ അല്ലാതെ ബാക്കിയുണ്ട്, ആ എണ്ണയിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു ഇഞ്ചിയും പിന്നെ ഒരു 10 ഇല്ലി വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കി എരിഞ്ഞതാട്ടോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ എന്നും പറയുന്ന മാതിരി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് മൂക്കട്ടെ. ലോ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ, തീ കൂട്ടുകയോ ചെയ്യരുത്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത്, നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഞാൻ അവിടെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. നല്ലോണം വഴന്ന് വരട്ടെ. നിങ്ങൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഉണ്ടാക്കിയാലും ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. കാരണം ഗ്രേവി ആയതുകൊണ്ട് കഴിക്കാൻ കൊള്ളും. അപ്പോൾ അത്യാവശ്യം മൂത്തിട്ടുണ്ട് കേട്ടോ, മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു കപ്പ് മൂത്ത് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് പിന്നെ കാശ്മീരി മുളക് പൊടി ഇട്ടോ, 3 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതും അതിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇങ്ങനെ മൂപ്പിച്ചെടുക്കാം. ഇതൊക്കെ ഫ്ലെയിം കുറച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചൂടായി അടി പിടിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കേട്ടോ വേണ്ടത്, വെള്ളം ഒഴിച്ച് കൊടുക്കുക. അടുത്തത് ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം മുളക് പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പായതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു കപ്പ് വെള്ളമായിട്ട് ഒഴിച്ചെടുക്കേണ്ടത്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ. അത് തിളച്ചതിന് ശേഷം നമുക്ക് നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് അതിലേക്ക് ആഡ് ചെയ്യണം.
അതിന് മുന്നിതാ ക്യാപ്സിക്കം ഇടാൻ കേട്ടോ. ക്യാപ്സിക്കം ഞാൻ അത്യാവശ്യം വലുപ്പമുള്ളൊരു ക്യാപ്സിക്കം കേട്ടോ. അത് ഈ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ മല്ലിച്ചപ്പോ കറിവേപ്പില അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യരുത് കേട്ടോ. അതൊന്നും ഇടരുത്. നല്ലോണം ഒന്ന് ജസ്റ്റ് തിളച്ച് മറിയട്ടെ. ഇതിന് പകരം നിങ്ങൾക്ക് സ്പ്രിങ് ഓനിയനും ഇടാം കേട്ടോ. ക്യാപ്സിക്കത്തിൻ്റെ പകരം സ്പ്രിങ്ങിൻ്റെ ഓനിയൻ അതും ഇടാം. അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് തിളക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ തിളച്ചതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനൊക്കെ അതിലേക്ക് ഇട്ടു. ഇനി ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരട്ടെ. ഇനിതാ ഞാൻ അടുത്ത് നെക്സ്റ്റ് ഒഴിക്കുന്നത് തിളച്ചതിന് ശേഷം ഒഴിക്കുന്നത് സോയാ സോസും ടൊമാറ്റോ സോസും കേട്ടോ. അപ്പോൾ അത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് സോയാ സോസ് ഒഴിച്ചെടുക്കാം. പിന്നെ അത്രത്തോളം തന്നെ ടൊമാറ്റോ സോസും ഒഴിച്ചെടുക്കാം. ഇപ്പം ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാം. എനിക്ക് ഉപ്പ് കറക്റ്റാണ് കേട്ടോ. 2 സോസ് ഒഴിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വറ്റി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒരു 3-4-5-6 സെക്കൻഡ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഇറക്കി വെച്ചിട്ട് ഗ്രേവി ഉണ്ടല്ലോ, അടിപൊളി കളറ്, നല്ല കളറാണ്. എന്നാൽ എരിവ് കുറവായിരിക്കും, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. നെയ്ച്ചോറിനൊക്കെ പറ്റിയ ഗ്രേവിയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഈ ടോട്ടോയ്സ് ഗ്രേവി ഉണ്ടാക്കി നോക്കും. ഞാനിവിടെ നെയ്ച്ചോറാട്ടോ തയ്യാറാക്കി. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യില്ല എല്ലാവരും. ഓക്കെ, താങ്ക് യു.